നമസ്കാരം. സോനം വാങ്ചുക് എന്ന പേര് ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി. സാമൂഹ്യ പ്രവർത്തകനായും വിദ്യാഭ്യാസ പ്രവർത്തകനായും അറിയപ്പെടുന്ന ഒരാൾ. എന്നാൽ എന്തുകൊണ്ടാണ് ആ വ്യക്തി സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത്? അപ്പോൾ ആ വ്യക്തിയുടെ പ്രവർത്തന മേഖല സാമൂഹ്യ സേവനമോ അതോ രാഷ്ട്രീയമോ? കോക്രോച്ച് പാർട്ടിയുടെ ലേബലിൽ നിരാഹാര സമരത്തിന് ഇറങ്ങിയ അയാളുടെ ലക്ഷ്യം എന്താണ്? ആരാണ് ഈ സോനം വാങ്ചുക്? ഈ വിഷയത്തിലേക്ക് കടക്കും മുൻപ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണ മാത്രമാണ് ഞങ്ങളുടെ പിൻബലം. ലഡാക്കിൽ ജനിച്ച സോനം വാങ്ചുക് ഒരു എഞ്ചിനീയർ, വിദ്യാഭ്യാസ പരിഷ്കർത്താവ്, പരിസ്ഥിതി പ്രവർത്തകൻ, നവോത്ഥാന ചിന്തകൻ എന്നീ നിലകളിലാണ് തന്റെ പൊതുരംഗത്തെ മേൽവിലാസം സൃഷ്ടിക്കുന്നത്. ലഡാക്കിലെ കുട്ടികൾക്ക് പ്രായോഗിക വിദ്യാഭ്യാസം നൽകാൻ സ്ഥാപിച്ച സെക്മോൾ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെ സോനം വാങ്ചുക് ശ്രദ്ധ നേടി. പഠനത്തെ പുസ്തകങ്ങളിൽ ഒതുക്കാതെ ജീവിതവുമായി ബന്ധിപ്പിക്കണമെന്ന ആശയമാണ് സെക്മോൾ മുന്നോട്ട് വച്ചത്. എന്നാൽ സെക്മോൾ എന്ന സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടിംഗ് FCRA ലൈസൻസ് 2025 സെപ്റ്റംബറിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. FCRA നിയമലംഘനങ്ങൾ, വിദേശ ഫണ്ടിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ, അനുവദനീയമല്ലാത്ത ആവശ്യങ്ങൾക്കായി ഫണ്ട് ഉപയോഗിച്ചുവെന്ന ആരോപണം എന്നിവയാണ് ഈ നടപടിക്ക് കാരണമായി പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CBIയുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വാങ്ചുക് ഈ ആരോപണങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. എല്ലാ ഫണ്ടുകളും നിയമപ്രകാരമാണ് ഉപയോഗിച്ചതെന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രതികാരമാണ് നടപടിക്ക് പിന്നിലെന്നുമാണ് അയാളുടെ പ്രത്യാരോപണം. അപ്പോൾ സോനം വാങ്ചുക്കും കേന്ദ്ര സർക്കാരും തമ്മിൽ എന്താണ് പ്രശ്നം? കേന്ദ്ര സർക്കാരും സോനം വാങ്ചുക്കും തമ്മിൽ പ്രശ്നം പരിശോധിച്ചാൽ ഒരു സാമൂഹ്യ സേവകനും സർക്കാരും തമ്മിലുള്ള നിസ്സാര പ്രശ്നമായി കാണാനാകില്ല. 2019 ജമ്മു കാശ്മീരിൽ നിന്നും വേർപെടുത്തി ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ ശേഷമാണ് ഇവർ തമ്മിലുള്ള യഥാർത്ഥ വിഷയം തലപൊക്കുന്നത്. ലഡാക്കിൽ കണ്ണുവെച്ച് കഴിയുന്ന ചൈനയുടെ വിശ്വസ്തനായാണ് സോനം വാങ്ചുക് പ്രവർത്തിക്കുന്നതെന്ന ആരോപണം ആദ്യകാലം മുതലും ഉയർന്നിരുന്നു. എന്നാൽ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനായി അവിടുത്തെ ജനങ്ങൾ ചില പ്രധാന ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. ഒന്നാമത് ഭരണഘടനയുടെ 6ാം പട്ടികയുടെ സംരക്ഷണമായിരുന്നു. രണ്ടാമത് ലഡാക്കിന് നിയമസഭ അനുവദിക്കുക. മൂന്നാമത് പ്രാദേശിക ജനങ്ങൾക്ക് തൊഴിൽ, ഭൂമി സംരക്ഷണം ഉറപ്പാക്കുക. നാലാമത്തേതായി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന വികസന നയം നടപ്പാക്കുക തുടങ്ങിയവയായിരുന്നു അവ. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പിന്നീട് സോനം വാങ്ചുക് സമരങ്ങൾ നയിച്ചത്. നിരാഹാര സമരവും നടത്തിയിരുന്നു. ഡൽഹിയിലേക്ക് സമാധാന മാർച്ച് നടത്താനും ഇയാൾ ശ്രമം നടത്തിയിരുന്നു. ഹിമാലയ മേഖലയായ ലഡാക്ക് അതീവ ദുർബലമായ പരിസ്ഥിതി മേഖലയാണ്. നിയന്ത്രണമില്ലാത്ത വികസനവും ഖനനവും ടൂറിസവും കാലാവസ്ഥാ വ്യതിയാനവും ഈ പ്രദേശത്തെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് പറഞ്ഞത്. തന്റെ സമരത്തിനെ മുന്നോട്ട് നയിക്കാനും വാങ്ചുക് ഈ കാര്യങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ രാജ്യാതിർത്തിയെ സംരക്ഷിക്കേണ്ടതും ശത്രു രാജ്യത്തിന്റെ ഭീഷണിയെ തടഞ്ഞു നിർത്തേണ്ടതും കണക്കിലെടുത്തുകൊണ്ടാണ് ലഡാക്കിനെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നത്. തുടർന്ന് ലഡാക്കിന്റെ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുകയും ചെയ്തു. ഇതിനെയെല്ലാം തടയിടാൻ കൂടിയാണ് വാങ്ചുക് തന്റെ സമരത്തെ ഉപയോഗിച്ചത്. ഇത്തരം നടപടികളെ സമരങ്ങൾ കൊണ്ട് തടഞ്ഞിടാനാണ് സോനം വാങ്ചുക് ശ്രമിച്ചത് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. ഇതിനു പുറമെയാണ് ജൻസി കലാപത്തിന് തിരികൊളുത്തിയ ഇയാളുടെ നടപടി. ഇതിനു പിന്നിൽ വിദേശ ശക്തികളുടെ സാന്നിധ്യം സംശയിച്ചിരുന്നതാണ്. ഇത് പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള സമരം മാത്രമല്ലെന്നും കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രീയമായി സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണെന്നും തുടക്കത്തിലെ വ്യക്തമായിരുന്നു. ചില വിദേശ മാധ്യമങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും ശ്രദ്ധ നേടുന്നതിനായി ഈ കലാപത്തെ ഇയാൾ ഉപയോഗിച്ചുവെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ലഡാക്കിന്റെ പരിസ്ഥിതിയും ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും സംരക്ഷിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നാണ് വാങ്ചുക് ആവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ CJP എന്ന കടലാസ് സംഘടനയുടെ മുന്നണി പോരാളിയായി ഇയാൾ മുന്നിട്ടിറങ്ങിയതോടെ ഇതുവരെ സ്വീകരിച്ച ആ പ്രതിരോധം തകരുകയാണ്. മുൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ നടത്തിയ പല നടപടികളിലും
വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നിരുന്നു. അന്നൊന്നും ഉണരാത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? ഒരു പുകമറ മാത്രമാണ് ഈ പ്രതിഷേധം. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച എന്ന ഗൗരവതരമായ സംഭവത്തിന്റെ മറപിടിച്ച് രൂപമെടുത്ത സംഘടനയുടെ പിന്നിൽ രാജ്യവിരുദ്ധ താല്പര്യക്കാർ അണിനിരന്നതായാണ് പ്രത്യക്ഷത്തിൽ തന്നെ വ്യക്തമായത്. ഇതിന് പിന്തുണ നൽകിയതോടെ ഇദ്ദേഹം ഒരു കള്ളനാണയമായി പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെട്ടു. CJP എന്ന കടലാസ് കമ്പനിയുടെ ലേബലിൽ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സോനം വാങ്ചുക് എന്ന് ഇവിടെ നിസ്സംശയം പറയാം. FCRA നിയമലംഘനത്തിലൂടെ വിദേശ ഫണ്ട് സമാഹരിച്ച് ഏത് കാര്യങ്ങൾക്കൊക്കെ തുക വിനിയോഗിച്ചുവെന്ന് അറിയേണ്ടവർ തിരിച്ചറിഞ്ഞതോടെയാണ് കൂടുതൽ സ്വീകാര്യതയ്ക്കായി സംഘടിപ്പിച്ച ജന്തർ മന്തർ കലാപരിപാടി കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കിയത്. ഗാന്ധിക്ക് ശേഷം വാങ്ചുക്കിനെ പ്രതിഷ്ഠിക്കാനിറങ്ങിയവരൊക്കെ കേന്ദ്ര സർക്കാർ സമരത്തോട് ഈ വിധം പ്രതികരിക്കുമെന്ന് കരുതിയിരുന്നില്ല. രാജ്യത്തെ ഈ വിധമൊന്നും ഒരു കലാപം സൃഷ്ടിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന തിരിച്ചറിവാണ് രാജ്യവിരുദ്ധർക്ക് മറ്റൊരു ജന്തർ മന്തർ സമരം പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്തായാലും നാടകീയമായി പാറ്റകളുടെ സമരപ്പന്തലിലെത്തി നിരാഹാര സമരം തുടങ്ങുകയും കാര്യങ്ങൾ പന്തിയല്ലെന്ന തിരിച്ചറിവിൽ സ്വയം കോടതിയെ സമീപിച്ച് സ്വന്തം ജീവൻ രക്ഷിച്ച സോനം വാങ്ചുക് നടത്തിയ ശ്രമത്തെ പ്രശംസിക്കുകയാണ്. ഇയാളുടെ ഈ പ്രവൃത്തി പക്ഷേ ഇയാൾ രക്തസാക്ഷിയായേക്കുമെന്ന് കരുതിയവരെ ഇപ്പോൾ നിരാശരാക്കിയിരിക്കുകയാണ്. അവരാണ് അയാളെ ആശുപത്രിയിലേക്ക് നീക്കിയതിനെതിരെ പ്രതിഷേധിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിന് പ്രതിഷ്ഠിക്കാൻ ഒരാൾ വേണമായിരുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.